ദൈവസന്നിധിയിലും സഹോദരങ്ങളുടെ ഇടയിലും താഴ്മയോടെ എളിമയോടെ നിന്നാൽ നമ്മെ ഓരോരുത്തരെയും ദൈവം എടുത്തുയർത്തും. ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അതെ, ഞാൻ നിങ്ങൾക്ക് ഒരു കഥ പറഞ്ഞു തരാം. ഗോലിയാത്തിന്റെയും ദാവീദിന്റെയും കഥ. ഇസ്രായേലിലെ ഒരു കൊച്ചു ബാലനായിരുന്നു ദാവീദ്. 8 സഹോദരന്മാരിൽ ഇളയവൻ അവനായിരുന്നു. അവൻ തന്റെ അച്ഛന്റെ ആട്ടിൻപറ്റങ്ങളെ മേയിച്ചു കൊണ്ടിരുന്നു. തമ്പുരമിടുന്നതിൽ അവൻ പ്രഗത്ഭനായിരുന്നു. അക്കാലത്ത് അയൽദേശക്കാരായ ഫിലിസ്തീയർ പലപ്പോഴും പാവപ്പെട്ട ഇസ്രായേൽ ജനങ്ങളെ ആക്രമിക്കുമായിരുന്നു. അവർക്ക് നേതാവായി ഗോലിയാത്ത് എന്ന് പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഭീമാകാരൻ, മല പോലെയുള്ള ഒരാൾ, 6 മുഴക്കിലധികം ഉയരം, അതിനക്ത വണ്ണം, തലയിൽ ഒരു പിച്ചള തൊപ്പി ഉണ്ടായിരുന്നു. ഇത് കണ്ടാൽ ആരെങ്കിലും വിറയ്ക്കാതിരിക്കുമോ? ഗോലിയാത്തിനെ തോൽപ്പിക്കുവാൻ ആർക്കും സാധ്യമല്ല. ഇസ്രായേലിലെ സാവൂൾ രാജാവ് പോലും ഭയന്ന് വിറച്ചാണ് കഴിഞ്ഞുകൂടിയിരുന്നത്. ഈ സന്ദർഭത്തിൽ രാജാവ് ഒരു വിളംബരം നടത്തി. ശക്തിമാനായ ഗോലിയാത്തിനെ തോൽപ്പിക്കുവാൻ ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ മുന്നോട്ട് വരൂ. നാട്ടിലെ അംഗവീരന്മാർ പോലും ഓമതൽ ഉള്ളിലേക്ക് വലിക്കുന്നത് പോലെ വലിക്കുകയാണ് ചെയ്തത്. എന്നാൽ കൊച്ചു ദാവീദ് രാജ്യസന്നിധിയിൽ വന്നിട്ട് പറഞ്ഞു, ശക്തിമാനായ ഗോലിയാത്തിനെ തോൽപ്പിക്കുവാൻ ഞാൻ തയ്യാറാണ് തിരുമേനി, അടിയന് അനുവദിച്ചാൽ മാത്രം മതി. എന്നാൽ സാവൂൾ രാജാവിന് ചിരിയാണ് വന്നത്. ഇത്തിരിയുള്ള ഈ കൊച്ചു പയ്യന് എങ്ങനെയാണ് ആ മല്ലിനെ തോൽപ്പിക്കുക? എങ്കിലും അവന്റെ ധീരതയെ കുറിച്ച് കേട്ടറിഞ്ഞ രാജാവ് അവനെ അനുഗ്രഹിച്ചു പറഞ്ഞയച്ചു. നമ്മുടെ ദാവീദുണ്ടല്ലോ, കയ്യിൽ ഒരു കവിണയും തോട്ടിൽ നിന്ന് പറക്കിയ 5 കല്ലുമായി ഗോലിയാത്തിന്റെ താളത്തിലേക്ക് യാത്രയായി. അവിടെ ചെന്നപ്പോൾ ഗോലിയാത്ത് ചോദിച്ചു, നീ എന്താ തെറ്റാലി കൊണ്ടിരുന്നിരിക്കുന്നേ? ഞാനെന്താ നിന്റെ വളർത്തു മൃഗമോ? ഇവിടെ വാ, നിന്റെ മാംസം പക്ഷി മൃഗാന്തികൾക്ക് പിച്ചിച്ചിന്ന് ഞാൻ കൊടുക്കും. എന്നാൽ ദാവീദ് ദൈവത്തെ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു, ദൈവം നിന്നെ ഇന്ന് എന്റെ കൈകളിൽ ഏൽപ്പിക്കും. അപ്പോൾ ഗോലിയാത്തിന് ദേഷ്യം മൂത്ത് ദാവീദിനെ ആക്രമിക്കാൻ ചാടിച്ചെന്നു. ദാവീദ് ആകട്ടെ കയ്യിൽ ഒരു കവിണയും തോട്ടിൽ നിന്ന് പറക്കിയ ആ 5 കല്ലിൽ നിന്നും ഒരു കല്ലെടുത്ത് ഒറ്റയേറെ എറിഞ്ഞു. ഗോലിയാത്തിന്റെ നെറ്റിയിൽ കൊണ്ട് ഗോലിയാത്ത് മല പോലെ നിലംപതിച്ചു. ഫിലിസ്ത്യർ 4 ചുറ്റിനും ഓടി. ഒരു നാടിനെ മുഴുവനും വിറപ്പിച്ച ഗോലിയാത്തിനെ തോൽപ്പിക്കുവാൻ നിസാരനായ ഈ കൊച്ചു ബാലൻ സാധിച്ചത് അവന്റെ ആത്മവിശ്വാസമാണ്. ദൈവസന്നിധിയിലും ദൈവത്തിന്റെ കൂടെയും ഉണ്ടായിരിക്കുമ്പോൾ നമ്മെ ദൈവം അനുഗ്രഹിക്കും. എളിമയിലും വിവേകത്തിലും വളരുക. നന്ദി.